ഗാബ ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഫോളോ ഓൺ ഒഴിവാക്കാൻ ഇന്ത്യ പൊരുതുകയാണ്. 6 വിക്കറ്റ് നഷ്ടത്തിൽ 180 റൺസ് എന്ന നിലയിലാണ് ടീം ഇന്ത്യ ഇപ്പോൾ. നായകൻ രോഹിത് ശർമ്മ 10 റൺസോടെ വീണ്ടും നിരാശപ്പെടുത്തി. ഗാബയിൽ വീണ്ടും മഴ വില്ലനായതോടെ മത്സരം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം ചേരുന്നു. അനിൽ വാസുദേവ്, ഗുഡ് മോർണിംഗ്. കുറേ നേരം വെയിറ്റ് ചെയ്തു അല്ലേ? ഗതാഗത മന്ത്രിയുടെ കാര്യങ്ങളൊക്കെ കേട്ടില്ലേ? തീർച്ചയായും നല്ല കാര്യമാണ്, നല്ല ബോധവൽക്കരണമല്ലേ നടന്നത്? വണ്ടി ഓടിക്കുന്ന ആളാണോ? വണ്ടി ഓടിക്കുന്ന ആളാണ്. വളരെ നന്നായി. അതൊക്കെ വണ്ടി ഓടിക്കുന്ന ആളാണ് ഇത് കേൾക്കേണ്ടത്. ഓക്കെ, താങ്ക് യു. ഇനി സ്പോർട്സിലേക്ക് ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് SKN. ഗാബ ടെസ്റ്റിൽ ഇന്ത്യ ഫോളോ ഓൺ ഒഴിവാക്കാൻ വേണ്ടി പൊരുതുകയാണ്. നിലവിൽ 180 റൺസ് നേടിയിരിക്കുകയാണ് ഇന്ത്യ. 6 വിക്കറ്റ് നഷ്ടത്തിൽ എന്നതാണ് ആ സ്കോർ. ഇന്ത്യക്ക് ഇനിയും ഫോളോ ഓൺ ഒഴിവാക്കാനായി ഏതാണ്ട് 65 റൺസോളം ഇനിയും ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഓസ്ട്രേലിയ ആദ്യ ഇന്നിങ്സിൽ നേടിയത് 445 റൺസാണ്. അതിൻ്റെ ഒരു 200 റൺസ് കുറവെങ്കിലും എടുക്കണം എന്നുള്ളതാണ് ഫോളോ ഓൺ ഒഴിവാക്കാനുള്ള അവസരം. എന്തായാലും KL രാഹുലും ഇപ്പോൾ രവീന്ദ്ര ജഡേജയും ചേർന്നാണ് ഇന്ത്യക്ക് വേണ്ടി അല്പമെങ്കിലും പൊരുതുന്നത്. നായകൻ രോഹിത് ശർമ്മ ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തുന്ന കാഴ്ച കണ്ടു. രോഹിത്തിന് വലിയ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഈ ഒരു ഘട്ടത്തിൽ ഇന്നെങ്കിലും രോഹിത്ത് കളിക്കുമെന്നായിരുന്നു അടുത്ത രോഹിത് ആരാധകരൊക്കെ തന്നെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വലിയ നിരാശയിലേക്ക് കാര്യങ്ങൾ പോയി. അദ്ദേഹം 10 റൺസ് എടുത്ത് ഔട്ടായി. പക്ഷേ KL രാഹുൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ് എന്താണെന്ന് വീണ്ടും തെളിയിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്ന് KL രാഹുൽ 84 റൺസാണ് എടുത്തത്. KL രാഹുൽ പുറത്തായി കഴിഞ്ഞു. എന്നാൽ രവീന്ദ്ര ജഡേജയും നിതീഷ് കുമാർ റെഡ്ഡിയുമാണ് ഇപ്പോൾ ക്രീസുള്ളത്. രവീന്ദ്ര ജഡേജ അർദ്ധ സെഞ്ചുറിയോടെ ക്രീസിലുണ്ട്. ഒപ്പം തന്നെ നിതീഷ് കുമാർ റെഡ്ഡിയാണ് മറ്റൊരാൾ ക്രീസിലുള്ളത്. എന്തായാലും ഇതാണ് അവസാന റെക്കഗ്നൈസ്ഡ് ജോഡി. ഈ കൂട്ടുകെട്ട വലിയ സ്കോറിലേക്ക് വലിയ ലീഡൊന്നും വഴങ്ങാതെ ഇന്ത്യയെ കൊണ്ടുപോകണമെന്നായിരിക്കും ക്രിക്കറ്റ് ആരാധകർ ആഗ്രഹിക്കുന്നത്. പക്ഷേ മഴ രസംകൊല്ലിയായി ഗാബയിലുണ്ട്. ഇന്ത്യയുടെ ഇന്നിങ്സ് തുടങ്ങിയതിന് ശേഷം ഇത് 8ാം തവണയാണ് മഴ പെയ്യുന്നത്. മഴ പെയ്ത് മത്സരം നിർത്തിവെക്കേണ്ട ഒരവസ്ഥ വരുന്നത്. ഇന്നും നാളെയും കൂടി മാത്രമാണ് മത്സരമുള്ളത്. അതുകൊണ്ട് ഒരു ടെസ്റ്റിൽ ഈ ഒരു സമനിലയിലേക്ക് ഒന്നും പോകാതെ ഒരു റിസൾട്ട് ഉണ്ടാകട്ടെ. ഇന്ത്യക്ക് വലിയ ഇന്നിങ്സിലേക്ക് പോയി ഇന്ത്യ ഒരു ലീഡ് എടുത്ത് ഓസ്ട്രേലിയ അടുത്ത ഇന്നിങ്സിൽ എളുപ്പം എറിഞ്ഞിടട്ടെ എന്നൊക്കെ തന്നെയായിരിക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ആഗ്രഹിക്കുന്നത്. SKN. ഓക്കെ, അനിൽ വാസു, മറ്റൊരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ മിഖായൽ സ്റ്റാറെ പുറത്താക്കിയ വാർത്ത നമ്മൾ 24 ആണ് പുറത്തുവിട്ടത്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ പരിശീലകൻ വേണ്ടേ? എന്തായി അന്വേഷണം? പുതിയ പരിശീലകനായുള്ള അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. എന്തായാലും അടുത്ത 2 മത്സരങ്ങളിൽ സഹപരിശീലകനായ TG പുരുഷോത്തമനും ഒപ്പം തന്നെ തോമസ് ടൂഷും ഒക്കെ തന്നെയായിരിക്കും ടീമിനെ ഇപ്പോൾ പരിശീലിപ്പിക്കുക, അല്ലെങ്കിൽ ടീമിൻ്റെ മേൽനോട്ട ചുമതല ഉണ്ടാവുക. വിൻ്റർ ട്രാൻസ്ഫർ വിപണിക്ക് മുന്നോടിയായിട്ടായിരിക്കും ഈ ഒരു പുതിയ പരിശീലകൻ എത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ ഡെസ് ബെക്കിംഗ്ഹാം, അതായത് ഓക്സ്ഫോർഡ് യുണൈറ്റഡിൻ്റെ പരിശീലകൻ്റെയൊക്കെ തന്നെ പേര് പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ അദ്ദേഹം ആ വാർത്ത നിഷേധിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് കിട്ടുന്ന മറ്റൊരു എക്സ്ക്ലൂസീവായിട്ടുള്ള വാർത്ത, അല്ലെങ്കിൽ നമുക്ക് പുറത്തുവിടാനുള്ള ഒരു വാർത്ത എന്നുള്ളത് ഒരുപക്ഷേ ഏതെങ്കിലും ഒരു ISL ടീമുകളിൽ നിന്നുള്ള ഒരു കോച്ചിനെ തന്നെ കൊണ്ടുവന്നേക്കാം എന്നുള്ളൊരു ക്ലൂ, അല്ലെങ്കിൽ അങ്ങനെയൊരു വിവരം കിട്ടുന്നുണ്ട്. ആ വാർത്ത വൈകാതെ തന്നെ നമുക്ക് പുറത്തുവിടാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കോച്ചിനെ പുറത്താക്കിയതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഒരുപക്ഷെ ക്ലബ് മാനേജ്മെൻറ്റിൻ്റെ വീഴ്ച മറച്ചുവെക്കാനാണ് മിഖായൽ സ്റ്റാറിയെ ബലിയാടാക്കിയത്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രതികരണങ്ങളാണ്, ആക്ഷേപങ്ങളാണ് മഞ്ഞപ്പട ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പടയൊക്കെ തന്നെ ഉന്നയിച്ചത്. ഇന്നലെ ക്ലബ് മാനേജ്മെൻറ്റിനെതിരെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അസംതൃപ്തി വ്യക്തമാക്കുന്നതായിരുന്നു മിഖായൽ സ്റ്റാറിയുടെ വാർത്താ സമ്മേളനം. എന്തായാലും പുതിയ കോച്ച് വരുന്നു, അദ്ദേഹത്തിനെങ്കിലും ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിക്കാൻ സാധിക്കുമെന്നാണ് മഞ്ഞപ്പടയും നമ്മളും ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേർന്നത്.